ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 73ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 3 തരം ട്യൂണുകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, മനസ്സിലാക്കാൻ പോകുന്നത്. കാരണം ഒരു കീബോർഡ് പഠിക്കുന്നയാൾ ഈ 3 തരം ട്യൂണുകളും മനസ്സിലാക്കിയിരിക്കണം. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണെങ്കിലും നമ്മളൊരു പാട്ടൊക്കെ ചെയ്തെടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു കിട്ടുന്ന പാട്ടുകളൊക്കെ വായിക്കുമ്പോഴൊക്കെ ഈ ഒരു സംഭവം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണിത്? ചിലപ്പോൾ ചിലർക്ക് വിചാരിക്കാം ഇതൊക്കെ പഠിക്കണോ, ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ എന്ന്. പക്ഷേ ഏതൊരു ചെറിയ കാര്യത്തിലും വലിയ കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ 3 തരം ട്യൂണുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കീബോർഡ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഇനി ബിഗിനേഴ്സായിട്ട് വരുന്നവരും ശ്രദ്ധിക്കേണ്ട 3 ട്യൂണുകളാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ ട്യൂൺ എന്ന് പറയുന്നത് ഓരോ നോട്ടുകളുടെയും ടോൺസ്, സിംഗിൾ നോട്ടുകളുടെ ട്യൂണുകൾ. ഓക്കെ, രണ്ടാമത്തേത് റൈറ്റ് ഹാൻഡ് കൊണ്ട് വായിക്കുമ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ആദ്യത്തേത് ഓരോ നോട്ടുകളുടെയും ട്യൂണുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. രണ്ടാമത്തേത് റൈറ്റ് ഹാൻഡ് വായിക്കുമ്പോഴുള്ള കോഡുകളുടെ കോഡുകൾ വായിക്കുമ്പോഴുള്ള ട്യൂണുകൾ നമ്മൾ പഠിച്ചിരിക്കണം. മൂന്നാമത്തേത് ലെഫ്റ്റ് ഹാൻഡിൻ്റെ സ്കെയിൽ സെക്ഷനിൽ നമ്മൾ കോഡുകൾ വായിക്കുമ്പോഴുള്ള ട്യൂണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് വളരെ കീബോർഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആരും ഇതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല. കാരണം നിങ്ങൾക്കൊരു പ്രൊഫഷണൽ കീബോർഡിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ 3 തരം ട്യൂണുകളും നമ്മൾ കേട്ട് തന്നെ പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് കീബോർഡ് പ്ലെയറായിട്ട് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ സിംഗിൾ നോട്ടുകളുടെ ട്യൂണുകൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു സിംഗിൾ അല്ലെങ്കിൽ ഓരോ നോട്ടുകളുടെയും ട്യൂൺ എന്ന് പറഞ്ഞാൽ ഈ കീബോർഡിലെ 61 കീസിനും ഇപ്പോൾ 5 ഒക്ടേവ്സ് ആണെങ്കിൽ 61 കീസിനും 61 ട്യൂണുകൾ, 61 കീക്കും ഡിഫറെൻറ്റ് ട്യൂണുകളാണ്. അതായത് ഇപ്പോൾ സി എന്ന് പറഞ്ഞാൽ 5 സി ഉണ്ടെന്ന് പറഞ്ഞാലും ടോൺ ഒന്നാണെങ്കിലും അതിൻ്റെ പിച്ച് അനുസരിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ടോൺസിന് വ്യത്യാസം വരും. ഹയറും ലോവറായിട്ട് നമുക്ക് വരും. ഇപ്പോൾ ഓരോ നോട്ടുകൾ ഇപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് സെപ്പറേറ്റ് ഓരോ നോട്ടുകൾ. അതായത് സി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഇ, എഫ്. അപ്പം ഈ ഒരു സെക്ഷൻ ഇത് നമ്മൾ സിംഗിൾ ടോൺ ആയിട്ട് പറയും, സിംഗിൾ ടോൺ. അപ്പം പക്ഷേ ഇവിടെ വായിക്കുന്ന സിയുടെ ഒച്ചയല്ല, ഇവിടെ സെയിം ടോൺ ആണെങ്കിലും പിച്ചിൽ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അപ്പം അതാണ് ഈ സിംഗിൾ ടോണുകൾ ശരിക്കും നമ്മൾ പഠിച്ചിരിക്കണം. എങ്കിലും നമുക്ക് പാട്ടുകളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഈ ഓരോ കീസിൻ്റെയും ടോൺസ് നമ്മുടെ മനസ്സിൽ ബൈ ഹാർട്ടാക്കി നമ്മൾ അപ്പോൾ നമുക്കൊരു പാട്ട്, ഇപ്പോൾ ഒരു ഫിലിം സോങ്സൊക്കെ നമുക്ക് റെക്കോർഡിംഗ് സോങ്സൊക്കെ കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ പിച്ച് എവിടെയാണെന്ന് വളരെ എളുപ്പത്തിൽ ഈ ഓരോ സിംഗിൾ നോട്ടുകളുടെയും ടോണ് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഇതാണ് സിംഗിൾ ടോൺ. അതായത് ഓരോ നോട്ട്, ഇപ്പോൾ സി, ഡി, ഇ, അതിന് ഓരോന്നായിട്ട് ഞെക്കുമ്പോൾ കിട്ടുന്ന ടോൺസാണ് സിംഗിൾ നോട്ടുകളുടെ ടോൺ. അല്ലെങ്കിൽ ഓരോ നോട്ടുകളുടെ ടോൺ എന്ന് പറയുന്നത് അതിനെ ഓരോന്നായിട്ട് നമ്മൾ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് വായിക്കുമ്പോഴാണ് അതിനെ. ഇനി ഇത് റൈറ്റ് ഹാൻഡ്. ഇനി അടുത്ത റൈറ്റ് ഹാൻഡിൽ തന്നെ വരുന്നതാണ് മെയിനായിട്ട് വരുന്ന കോഡുകൾ വായിക്കുമ്പോൾ 3 നോട്ടുകൾ അല്ലെങ്കിൽ 4 നോട്ടുകൾ, 3 അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് വരുന്ന നോട്ടുകൾ കോഡുകൾ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ടോൺസ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് പഠിക്കണം. അത് നമ്മൾ കേട്ട് തന്നെ പഠിക്കണം. അപ്പോൾ ആ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള കോഡ് ടോൺ എന്ന് പറയുന്നത്, മറ്റേത് സിംഗിൾ ആയിരുന്നു, ഇപ്പോൾ ഇതുണ്ട് 3 നോട്ടുകൾ. ഇത് കോഡ് ടോൺ എന്ന് പറയും. അപ്പോൾ നമുക്ക് കോഡുകൾ പ്രത്യേകിച്ച്, അപ്പം ഏത് കോഡാണ് പാട്ടിനകത്ത് വരുന്നത്, ഏത് ഭാഗത്ത് ഏത് ഏറ്റക്കുറച്ചിലാണ് കോഡുകൾ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കോഡ് ടോൺ കറക്റ്റായിട്ട് പഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പാട്ടിൻ്റെ അവിടെ കോഡ് ഒരിടത്ത് കിട്ടിയാൽ നമുക്ക് ലെഫ്റ്റിൽ വായിക്കാൻ എളുപ്പമാണ്. നമ്മൾ ഒരിടത്ത് കോഡ് കണ്ടുപിടിച്ചാൽ മതി. ആ പാട്ടിൻ്റെ കോഡുകൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ലെഫ്റ്റിലും സെയിം കോഡ്സ് തന്നെയാണ്, റൈറ്റും ലെഫ്റ്റും നമ്മൾ സെയിം കോഡ്സ് തന്നെയാണ് കീബോർഡിൽ വായിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കോഡ് ടോൺ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ളത് കോഡ് ടോൺസ് ആണ്. അത് റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് വായിക്കുമ്പോഴുള്ള കോഡ് ടോൺസ് ആണ്. അത് നമ്മൾ കണ്ടിപ്പോൾ. ഓക്കെ,
അപ്പോൾ രണ്ടാമത്തെ കോഡ് ടോൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി മൂന്നാമത്തെ ടോണായിട്ടുള്ള സ്കെയിൽ ടോൺ എന്ന് പറയുന്നത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഈ ഫസ്റ്റ് ഒക്ടേവിൽ വായിക്കുന്നതിനെയാണ് സ്കെയിൽ ടൂൺ എന്ന് പറയുന്നത്. അത് നമ്മൾ പാട്ടുകൾ വായിക്കുമ്പോൾ റിതം ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്റ്റൈൽസുകൾ ഉപയോഗിച്ച് നമ്മൾ പാട്ടുകൾ വായിക്കുമ്പോൾ അവിടെ കോഡ് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് സ്കെയിൽ ടോൺ എന്ന് പറയുന്നത്. അതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ഇപ്രകാരമായിരിക്കും അതിൻ്റെ സൗണ്ട്. കാരണം അപ്പം ഇതിൻ്റെ വേരിയേഷനും നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ടോണായിട്ടുള്ള സ്കെയിൽ ടോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള 3 ടോണുകളാണ്. ആദ്യത്തേത് സിംഗിൾ നോട്ടുകളുടെ ടോൺ. ഓക്കെ, അടുത്തത് കോഡ് ടോൺ, അതായത് റൈറ്റ് ഹാൻഡിൻ്റെ കോഡ് ടോൺ. അതായത് ഫസ്റ്റ് സിംഗിൾ ടോൺ, സെക്കൻഡ് കോഡ് ടോൺ, മൂന്നാമത്തേത് ലെഫ്റ്റ് ഹാൻഡിൻ്റെ ടോൺ. അപ്പോൾ ഇങ്ങനെയാണ് 3 ടോണുകൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. തിരിച്ച് ഞാൻ റിപ്ലൈ തന്നുകൊള്ളാം. നിങ്ങളുടെ മേലേക്ക് ആദ്യമായിട്ട് ചാനൽ എത്തുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്ക് തന്ന് നിങ്ങളുടെ വലിയ സപ്പോർട്ട് രേഖപ്പെടുത്തുക. മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇടങ്ങളിലെ ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കീബോർഡ് രംഗത്തേക്ക് കടന്നു വരാനായിട്ട് വലിയൊരു ചാൻസ് തുറന്നു കൊടുക്കുന്നതായിരിക്കും. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും തുടർന്ന് ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.